കസ്റ്റമർ എന്ന് പറയുന്നത് കിങ് ആണ്. നമ്മളൊരു കാലഘട്ടത്തിൽ കസ്റ്റമർ കിങ് ആണെന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിച്ചുകൊണ്ടിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇന്നവരെ പറ്റിക്കാൻ പറ്റില്ല. കാര്യം സോഷ്യൽ മീഡിയ അവരുടെ മുന്നിലാണ് തുറന്നിരിക്കുന്നത്. 100% എല്ലാം അറിഞ്ഞിട്ടാണ്. കാര്യം 2020ക്ക് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തത് മാറി ഇന്ന് അവർ നമുക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ്. ഇതിൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്നത് എവിടെയാണ് 100% ആവുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കസ്റ്റമർ അയാൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എനിക്കിങ്ങനെ വേണം, ഈ പ്രൊഡക്റ്റ് ഇട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ആ പ്രൊഡക്റ്റ് അല്ലെ പ്രൊജക്റ്റ് തീർക്കാൻ പറ്റണം എന്നുള്ളതാണ്. അത് 100% നമ്മൾ എവിടെയും ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത. ചെയ്തു കൊടുക്കുക മാത്രമല്ല അതിന്റെ ക്വാളിറ്റിയും കൂടെ എൻഷുർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിന് ഇത്ര വർഷം വാറണ്ടി കിട്ടണം, അതിന്റെ ബ്രാൻഡിലോ ചെയ്യുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഉറപ്പിച്ചിട്ടാണ് ഈ ഒരു ബ്രാൻഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതിലൊരു കോംപ്രമൈസേഷൻ ഉണ്ടാവില്ല. ഏകദേശം 950ഓളം സാറ്റിസ്ഫൈഡ് കസ്റ്റമർ. ഇന്നത്തെ കാലത്തൊന്നും ആരെയും പറ്റിക്കാൻ പറ്റില്ല. കാരണം വിസിബിൾ ആണ്, എല്ലാം വിസിബിൾ ആണ്. അതെ, സോഷ്യൽ മീഡിയ, ഗൂഗിൾസ് റിവ്യൂ എല്ലാം നോക്കിയിട്ട് കസ്റ്റമർ എത്തണുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വലിയ ടാസ്കിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എല്ലാം അറിയാൻ പറ്റും. ഇന്ന് 950 കസ്റ്റമറെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു റിവ്യൂ പോലും നമ്മളെ പേജിൽ വരാണ്ട, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാണ്ട് അങ്ങനെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്ത് അവരെ സാറ്റിസ്ഫൈഡ് ചെയ്യാന്നുള്ളത് തന്നെ ഇന്നത്തെ കാലത്ത് ഭയങ്കര ടാസ്ക്, ബുദ്ധിമുട്ടുള്ള.